ഞങ്ങൾ തക്കടൂൻ്റെ ഗുരുവായൂർ ചോറൂണ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന പിന്നെ രണ്ടാമത് വരുന്ന ഒരു അമ്പലമാണ് എറണാകുളത്തപ്പ അമ്പലം. വീട്ടിൽ നിന്ന് കുളിച്ചൊരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഉണരും. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാൻ പോവാം. നല്ല മഴയുണ്ട്. ഇപ്പം എന്നും മഴയാണല്ലോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഇറങ്ങാൻ നേരത്ത് മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല മഴയുണ്ട്. ഇന്ന് കർക്കിടകമായതുകൊണ്ട് അമ്പലത്തിൽ നല്ല തിരക്കും ഉണ്ട്. ഇവിടെ 3 അമ്പലങ്ങളാണുള്ളത്. ഹനുമാനുണ്ട്, മുരുകനുണ്ട്, ശിവനുണ്ട്. ശിവനാണെന്ന് തോന്നുന്നു മെയിൻ അല്ലേ പ്രതിഷ്ഠ. പക്ഷെ 3 അമ്പലമായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത്. ഞങ്ങളിപ്പോൾ ഹനുമാൻ്റെ അമ്പലത്തിലോട്ട് കയറാൻ പോവാം. അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലമാണ് അല്ലേ. എനിക്ക് ഒന്നുകൂടി ഇഷ്ടം രാത്രി അമ്പലത്തിൽ വരാനാണ്. കാരണം കുറേ ദീപങ്ങളൊക്കെ കത്തിച്ച് വെച്ച് രാത്രി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര സമാധാനമൊക്കെ കിട്ടണൊരു ഭയങ്കര ശാന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നത് എനിക്ക് രാത്രി തന്നെയാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയെന്ന് വെച്ചാൽ കർക്കിടകമായതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത്. പിന്നെ ഞാൻ പണ്ട് തൊട്ട് വരുന്നൊരു അമ്പലമാണ് കേട്ടോ എറണാകുളത്തപ്പ അമ്പലം. ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരാറുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു അമ്പലം കൂടിയാണിത്. മനസ്സിന് എന്ത് സങ്കടം ഉണ്ടെങ്കിലും അമ്പലത്തിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ സങ്കടങ്ങളെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാറോ അല്ലെങ്കിൽ വന്ന സങ്കടങ്ങൾ ഓർത്തോർത്ത് പെടാറോ അങ്ങനെ ഒന്നുമില്ല. പക്ഷേങ്കിൽ മാക്സിമം ഞാൻ സന്തോഷത്തോടെ ഇരിക്കാനാണ് നോക്കുന്നത്. പക്ഷേ എന്തെങ്കിലും സങ്കടം വന്നാൽ തന്നെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു ശാന്തത കിട്ടാറുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പ്രസാദം വാങ്ങാൻ വേണ്ടി നിൽക്കുക. ഇപ്പോഴും മഴ തോന്നിട്ടില്ല, അത്രയും മഴയാണ്. ഞങ്ങൾ കുടയൊക്കെ പിടിച്ച് നിന്നിട്ടാണ് പ്രസാദം വാങ്ങണത്. ശീവേലി നടക്കുമോ? ശീവേലി ഞങ്ങളിങ്ങനെയാണ് അമ്പലത്തിൽ പോയാൽ തൊഴുന്നത് കേട്ടോ. ഒരു കൈ അച്ഛൻ്റെ കൈയും ഒരു കൈ തക്കുടൂൻ്റെ ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും തൊഴുന്നത്. ശീവേലി കഴിഞ്ഞ് ഭഗവാൻ പോവുകയാണ്. ഞങ്ങൾ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തക്കുടു ആദ്യമായിട്ട് അമ്പലത്തിൽ പോയത് ഗുരുവായൂരപ്പൻ്റെ അടുത്താണല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ശീവേലി ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത് ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിലാണ് വന്നത്. ശിവനെ കാണാൻ നേരത്തും ശീവേലി ഉണ്ട്. അപ്പം ഞങ്ങൾ 2 വട്ടം അമ്പലത്തിൽ വന്നപ്പോഴും ശീവേലി ഭഗവാനെ അടുത്ത് കാണാൻ പറ്റി ഞങ്ങൾക്ക്. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയിടുകയാണ് കേട്ടോ. നെൽപ്പറയൊക്കെ ഇടുകയാണ്. വാരാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കിട്ടിയാലും കൈ വെച്ച് വാരിക്കോളും. എന്നിട്ടത് ഇടുന്നുണ്ട് പാവം. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കയ്യിൽ എന്ത് കിട്ടിയാലും ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വാരിയെടുക്കുക എന്നുള്ളത്. പിന്നെ ഞങ്ങൾ പറയൊക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ പറയൊക്കെ ഇടുന്നത്. അപ്പോൾ പറയൊക്കെ ഇട്ടത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ വാരി എടുത്തിടുന്നുണ്ടായി. അറിയില്ല കേട്ടോ. ചോദിച്ചു അവിടെ കൗണ്ടറിൽ ആളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ മുരുകൻ്റെ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. ഇപ്പം തന്നെ ഒത്തിരി താമസിച്ചു. കാരണം ഞങ്ങൾ ഹനുമാൻ്റെ അടുത്തും ഇവിടെ ശീവേലിയും കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. ശ്രീകോവിൽ അടച്ചു. ഞങ്ങൾ 2 വട്ടം ഭഗവാന്റെ അടുത്ത് പോയപ്പോഴും ഞങ്ങൾക്ക് ശീവേലിയാണ് കാണാൻ പറ്റിയത്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയപ്പോഴും ശീവേലിയായിരുന്നു, ഇവിടെ വന്നപ്പോഴും ശീവേലിയായിരുന്നു. അതുകൊണ്ട് 2 വട്ടവും ഭഗവാനെ ഞങ്ങൾക്ക് അടുത്ത് കാണാൻ പറ്റി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇപ്പം തന്നെ സമയം 12
12 മണിയായി. കാരണം ഞങ്ങൾ രാവിലെ കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ 9:30 കഴിഞ്ഞു അമ്പലത്തിലേക്ക് ഇറങ്ങാൻ നേരത്ത്. എഴുന്നേറ്റപ്പോൾ തന്നെ 8 മണിയായി. അമ്പലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ 9:30 ആയി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അവിടേക്ക് പോവാം. മസാലയൊക്കെ തീർന്നു പോയി. ഇരിയവിടെ നമ്മൾ ചോറ് കൊടുത്തെങ്കിലും നമ്മൾ ഇതുവരെ ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടില്ല വാവയ്ക്ക്. തക്കടൂന് ഇതുവരെ വേറൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാൻ നേരത്തെ ആള് പാവം വായിൽ കപ്പലൂറും കേട്ടോ ഇപ്പോൾ. അല്ലേടെ തക്കു തക്കടൂന് കഴിക്കണമെന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോൾ കഴിച്ചാലും ഇങ്ങനെ ഫുഡിലേക്ക് തന്നെ നോക്കി ഇരുന്നിട്ട് കൊതി വിട്ടുകൊണ്ടിരിക്കും പാവം. പിന്നെ കുറുക്ക് കൊടുത്തിട്ടല്ലേ നമുക്കിതൊക്കെ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ പുട്ടും കടലയും കഴിക്കാൻ പോവാണേ. നീ കഴിക്ക് പുട്ട്. എനിക്കിവിടുത്തെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം പണ്ട് തൊട്ട് ഞാൻ എപ്പം വന്നാലും ഇവിടെ കയറുന്നത് ഇഡലിയും ദോശയും കഴിക്കുമ്പോൾ സാമ്പാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രാവിലെ. പക്ഷെ ഇന്ന് ടൈം കഴിഞ്ഞല്ലോ, ഇപ്പോൾ തന്നെ 12 മണിയായി. അതുകൊണ്ട് ഇഡലി സാമ്പാറും ഒന്നും കിട്ടിയില്ല. പക്ഷേങ്കിൽ പിന്നെ ഞങ്ങൾ പുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ സാമ്പാർ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ആരെങ്കിലും കഴിക്കണുണ്ടോ ഇങ്ങനെ കൊതി, പാവം. കഴിക്കുമെന്ന് നോക്കട്ടെ, വരുമെന്ന് നോക്കട്ടെ. എന്നാ വേണോ? അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.